Hi, hello, welcome to my channel. Welcome to Ask Gina for Hindi learning in മലയാളത്തിൽ. അപ്പോൾ എന്താ വിശേഷം? എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ? എന്താണ് ഇപ്പോൾ കുറേ നാളായിട്ടൊന്നും കാണാറില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് എന്താ പറ്റിയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണമല്ലേ? ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ വാക്കുകളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഹിന്ദി ടോപ്പിക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് എന്താ, എന്നതാ അല്ലെങ്കിൽ എന്നാ എന്ന നമ്മൾ പല ഫോംസിലും പറയുമല്ലോ മലയാളത്തിൽ. ഹിന്ദിയിൽ ഇതിനെ ക്യാ എന്ന് പറയും. അപ്പോൾ ഈ ക്യാ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഈ ക്യാ വെച്ചിട്ട് ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസസ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു ലിസ്റ്റാണ്. ഇത് കൂടാതെ നിങ്ങൾക്കും സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളും ഫേസ് ചെയ്യുന്ന ഒരുപാട് സെൻറ്റൻസസോ വേർഡ്സോ ഒക്കെ ഉണ്ടാവാം. അപ്പം അതൊക്കെ നിങ്ങൾ കമൻസിലിടുക, ഞാൻ അതിൻ്റെ റിപ്ലൈ അയച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ അല്ലേ? ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ആ സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഷോർട്സിൻ്റെയും ഒക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറ്റിയേ അല്ലെങ്കിൽ എന്ത് പറ്റി എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതിനെ ഹിന്ദിയിൽ വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ് ക്യാ ഹുവ. ക്യാ ഹുവ എന്ന് വെച്ചാൽ എന്ത് പറ്റി, എന്ത് സംഭവിച്ചു. ഇതെന്താണ്? യേ ക്യാ ഹെ. യേ ക്യാ ഹെ എന്നും പറയാം, അല്ലെങ്കിൽ യഹ് ക്യാ ഹെ എന്നും പറയാം. ഇതെല്ലാം എന്താണ് എന്ന് പറയണമെങ്കിലോ യേ സബ് ക്യാ ഹെ. യേ സബ് ക്യാ ഹെ. സബ് എന്ന് വെച്ചാൽ എല്ലാം. നിന്റെ കയ്യിൽ എന്താണ്? നിന്റെ എന്ന വാക്ക് നമുക്ക് എടുത്തു പറയണമെങ്കിൽ തേരെ എന്ന് പറയുക. തേരെ ഹാത്ത് മേ ക്യാ ഹെ. നിന്റെ കയ്യിൽ എന്താണ്? അതല്ല, നമ്മൾ നിങ്ങൾ എന്നൊരു വേർഡാണ് ഉദ്ദേശിക്കണമെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ എന്താണ് എന്ന് പറയണമെങ്കിൽ തുമ്ഹാരെ ഹാത്ത് മേ ക്യാ ഹെ. താങ്കളുടെ കയ്യിൽ എന്താണ് എന്നാണെങ്കിൽ ആപ്കെ ഹാത്ത് മേ ക്യാ ഹെ. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ വയ്യാതെ ഇരിക്കുവാണ്, അല്ലെങ്കിൽ താഴെ വീണു, എന്തെങ്കിലും സംഭവിച്ചു, ആ സമയത്ത് നമ്മൾ ചോദിക്കില്ലേ നിങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ അതിന് ഹിന്ദിയിൽ എങ്ങനെ പറയാം? ക്യാ തും ഠീക് ഹോ. ക്യാ തും ഠീക് ഹോ. നിങ്ങൾ ഓക്കെ ആണോ? ഇനി ആപ്പാണ് നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്യേണ്ട ഒരു വേർഡ് എങ്കിൽ ക്യാ ആപ്പ് ഠീക് ഹെ. ക്യാ ആപ്പ് ഠീക് ഹെ എന്ന് ചോദിക്കാം. ഇനി എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഇനി എന്താ സംഭവിക്കുക എന്നാണെങ്കിൽ അബ് ക്യാ ഹോഗ. അബ് ക്യാ ഹോഗ. ഇനി എന്ത് സംഭവിക്കും? നീ എന്താ ചെയ്യുന്നത്? മേലാണെങ്കിൽ തു ക്യാ കർ രഹാ ഹെ. ഫീമെയിൽ ആണെങ്കിൽ തു ക്യാ കർ രഹി ഹെ. ഇനി തും വെച്ചിട്ട് പറയണമെങ്കിലോ മേലാണെങ്കിൽ തും ക്യാ കർ രഹേ ഹോ. ഫീമെയിൽ ആണെങ്കിൽ തും ക്യാ കർ രഹി ഹോ. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്നാണെങ്കിൽ ക്യാ തുമേ കുച്ച് പതാ ചല എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തുമേ കുച്ച് പതാ ചല എന്നും ചോദിക്കാം. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? തും ക്യാ സംജെ. തും ക്യാ സംജെ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഇന്ന് എന്ത് ഫുഡാണ് ഉണ്ടാക്കിയത്? ആജ് ക്യാ ഖാന ബനായ. ഇന്ന് രാവിലെ എന്താ കഴിച്ച്? ആജ് സുബഹ ക്യാ ഖായ. നാളത്തെ പ്ലാൻ എന്താണ്? കൽ കാ ക്യാ പ്ലാൻ ഹെ. എന്താണ് സംസാരിക്കുന്നത്? ക്യാ ബാത് കർ രഹേ ഹോ. ക്യാ ബാത് കർ രഹേ ഹോ. നിനക്ക് അവനെ അറിയാമോ? ക്യാ തൂ ഉസേ ജാൻതാ ഹെ. നിങ്ങൾക്ക് അവനെ അറിയാമോ എന്നാണെങ്കിലോ ക്യാ തും ഉസേ ജാൻതേ ഹോ. എന്ത് നല്ല കാഴ്ചയാണ്? ക്യാ ഖൂബ്സൂരത് നസാര ഹെ. ക്യാ ഖൂബ്സൂരത് നസാര ഹെ. ഖൂബ്സൂരത് എന്ന് വെച്ചാൽ ഭംഗിയുള്ള, ബ്യൂട്ടിഫുൾ. നസാര എന്ന് വെച്ചാൽ കാഴ്ച. നിങ്ങളുടെ മകൻ എന്താ ചെയ്യുന്നേ? തുമ്ഹാര ബേട്ട ക്യാ കർത്താ ഹെ. ആപ്പാണ് ചേർക്കണ്ടെങ്കിൽ ആപ്കാ ബേട്ട ക്യാ കർത്താ ഹെ. എന്താ പറ്റിയെന്നറിയില്ല, ഇന്ന് അവൾ വന്നില്ല. പതാ നഹി ക്യാ ഹുവാ ആജ് വോ നഹി ആയി. പതാ നഹി ക്യാ ഹുവാ ആജ് വോ നഹി ആയി. എന്താ പറ്റിയെന്നറിയില്ല, ഇന്ന് അവൾ വന്നില്ല. ഒരു മെയിൽ റിലേറ്റഡ് ആണ് നമ്മൾ ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നതെങ്കിൽ ആയിൻ്റെ പകരം ആയ ചേർക്കുക. സെൻറ്റൻസിൽ പറയുമ്പോൾ പതാ നഹി ക്യാ ഹുവാ ആജ് വോ നഹി ആയ. നിങ്ങളെന്താ ഡോക്ടറാണോ? ക്യാ തും ഡോക്ടർ ഹോ. നീ ഇപ്പം എന്ത് ചെയ്യുക? ഫീമെയിൽ ആണെങ്കിൽ തു അഭി ക്യാ കർ രഹി ഹെ. മേലാണെങ്കിൽ തു അഭി ക്യാ കർ രഹാ ഹെ. തും വെച്ചിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് യൂസ് ചെയ്യണമെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ തും അഭി ക്യാ കർ രഹി ഹോ.
മേലാണെങ്കിൽ തും അഭി ക്യാ കർ രഹേ ഹോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ക്യാ റിലേറ്റഡ് സെൻറ്റൻസസ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഇതുകൂടാതെ നിങ്ങൾക്കും ഈ വേർഡ് ക്യാ വെച്ചിട്ട് വേറെ ഏതെങ്കിലും സെൻറ്റൻസസ് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കോമൻറ്റ്സ് ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി പുതിയ ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.